ഞങ്ങളിപ്പോൾ ഉള്ളത് നെല്ലൂർ റോട്ടറി ക്ലബ്ബിലാണ്. എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആണ്. കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ്. 1952 സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബാണിത്. അപ്പം ഒരുപാട് സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉള്ള ഒരു ക്ലബ്ബാണ്. അവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം എല്ലാവരും വന്നു നമ്മളെ കാണാനും നമ്മുടെ യാത്രയെക്കുറിച്ച് അറിയാനും നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ട് തരാനും. അവരിൽ ഒന്ന് രണ്ട് പേര് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഡോക്ടേഴ്സ് നമുക്ക് വേണ്ട മെഡിസിൻസ്, നമുക്ക് വേണ്ട എല്ലാ എല്ലാ സപ്പോർട്ടും എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു സമയം കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ മീഡിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, ഇന്ന് നമ്മുടെ യാത്രയുടെ 10ാമത്തെ ദിവസമാണ്. നമ്മളിപ്പം നെല്ലൂരിൽ നിന്ന് ഒങ്കോളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലൂർ ടു ഒങ്കോള ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഇനിയൊരു 66 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇപ്പോൾ നല്ല കാറ്റാണ്, വണ്ടി നീങ്ങുന്നില്ല കാറ്റടിച്ചിട്ട്. നമ്മളൊക്കെ ഹെഡ് വിൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി സ്ലോ ആണ്. അവിടെ 1 മണിക്ക് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു സ്കൂളിലൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ഷന്. പക്ഷെ അത് 1 o'clock ആണ്. നമ്മൾ അവിടെ എത്തും തോന്നുന്നില്ല. മിക്കവാറും 2 o'clock ആവും അവിടെ എത്താൻ. ഓക്കെ, വേറെന്തൊക്കെയാണ് വിശേഷം? മഴയില്ല വെയിലുമില്ല, രണ്ടും ഇല്ലാത്തൊരു കാലാവസ്ഥ, കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കവാലിയിലായിരുന്നു. 55-60 കിലോമീറ്റർ ദൂരെ, നെല്ലൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരെ കവാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കാവലിയോ എന്താണെന്നറിയില്ല, എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒങ്കോളിലേക്ക് ഇനി 40 കിലോമീറ്റർ ഉണ്ട്. വീതിയുള്ള റോഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 6 ലൈൻ റോഡാണ്, 3 സൈഡ് 3 ഹാഫ് സൈഡ്. പിന്നെ നല്ല കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് സൈക്കിൾ അങ്ങോട്ട് നീങ്ങി കിട്ടുന്നില്ല. നല്ല ഹെഡ് വിൻഡാണ്, ഫ്രണ്ട് സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ആഞ്ഞ് ചവിട്ടുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് നീങ്ങി കിട്ടുന്നില്ല. ടെയിൽ വിൻഡാണെങ്കിൽ നല്ല സുഖമാണ്, നമ്മൾ മെല്ലെ ചവിട്ടിയാൽ മതി, സംഭവം ഇങ്ങനെ പോയിക്കോളും. പക്ഷെ ഇത് ഹെഡ് വിൻഡാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? ലൈവാണെങ്കിൽ എനിക്കിങ്ങനെ മെസ്സേജൊക്കെ നോക്കി അതിന് റിപ്ലൈ ചെയ്യാം, പക്ഷെ ലൈവിൽ ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. കഴിഞ്ഞ ദിവസം എനിക്ക് വയറിന് പണി കിട്ടിയപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ കോഴിമുട്ടൻ്റെ വെള്ള സാലഡ്, ഗ്രീൻ സാലഡ് കഴിക്കും, വെജ് ക്ലിയർ സൂപ്പ്. വയറിന് വലിയ പണി കിട്ടാത്ത സംഭവങ്ങളാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ്. നോക്കട്ടെ, ഏതെങ്കിലും വീടുകളിലൊക്കെ സ്റ്റേ കിട്ടും ചില സമയത്ത്. അവിടെയാണെങ്കിൽ അവരുടെ വീട്ടിലെ ഫുഡ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഈ ഹോട്ടൽ ഫുഡ് നമുക്ക് ഏത് വലിയ ഹോട്ടലായാലും ഹോട്ടൽ ഫുഡ് നമുക്ക് അധികം അങ്ങോട്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മുടെ യാത്രയിലെ ഏറ്റവും ഭയങ്കരമായിട്ട് മഴ കിട്ടിയൊരു ദിവസമാണിത്. മുൻപോട്ട് കാണാത്ത രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് മഴയും ഇടിയും മിന്നലൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര മഴ, കണ്ണ് തുറക്കാൻ വരെ പറ്റുന്നില്ല ആ മഴയത്ത്. ഭയങ്കര കാറ്റ്, ഇടി, മിന്നൽ. അപ്പോൾ ഇതൊരു വിജനമായ പ്രദേശമാണ്, ഒരു മരങ്ങളൊന്നുമില്ലാതെ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇടിയും മിന്നലും കുറച്ച് ഡേഞ്ചറായത് കാരണം നമ്മൾ റൈഡ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു 1-1.5 മണിക്കൂർ മഴ സ്റ്റോപ്പാകാൻ വേണ്ടി കാത്തുനിന്നു. അത്രയും സ്ട്രോങ് മഴയായിരുന്നു. എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും സ്ട്രോങ് മഴ നമ്മുടെ ഈ റൈഡിലെ ഫസ്റ്റാണ്.
മഴയത്തൊക്കെ ഇറങ്ങി നിന്ന് മഴ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു രക്ഷയില്ലായിരുന്നു. ഒടുക്കത്തെ മഴ. അടിപൊളി. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും സ്ട്രോങ് മഴ ആയിട്ടാണ്. സാധാരണ മഴ പെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല, പക്ഷേ ഇത് റൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും മഴ ആയത് കാരണം പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ജാക്കറ്റൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ശരിക്കും സത്യം പറഞ്ഞാൽ മഴയത്ത് ജാക്കറ്റ് ഇടുന്നതിനേക്കാളും നല്ലത് ജാക്കറ്റ് ഇടാത്തതാണ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ചൂടായിട്ട് വേർക്കും. ഉള്ളിൽ എങ്ങനെ ആയാലും അങ്ങനെ അതിലും നല്ലത് നല്ല ഫ്രഷ് മഴ കിട്ടുന്നത് തന്നെ. കുറച്ച് നേരം ജാക്കറ്റ് ഇട്ടു, പിന്നെ ഞാനങ്ങോട്ട് ജാക്കറ്റ് ഊരി വെച്ചു. ജാക്കറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യുമ്പോൾ നല്ല തണുപ്പായിരിക്കും, ബോഡിക്ക് നല്ലൊരു സുഖം ഉണ്ടാവും, നമ്മൾ ടയേർഡാവില്ല. ശരിക്കും എനിക്ക് മഴയാണ് കേട്ടോ ഇഷ്ടം. റൈഡ് ചെയ്യുമ്പോൾ മഴയാണെങ്കിൽ നമുക്ക് ക്ഷീണിക്കില്ല. ഒരു 100-150 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്യുകയാണെങ്കിലും മഴ ആണെങ്കിൽ നമുക്ക് ക്ഷീണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുകയില്ല. ഫുൾ ഫ്രഷ് ആയിരിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ റൈഡ് ചെയ്താലും മഴയാണെങ്കിൽ നമ്മളൊന്ന് ഫുൾ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക റൈഡ് കഴിഞ്ഞാൽ. എന്തായാലും ഹൈവേയിൽ ഇത്രയും സ്ട്രോങ് മഴ കിട്ടിയപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി. ഇങ്ങനെ നമ്മൾ വീണ്ടും റൈഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ കുറച്ച് ഡേഞ്ചറാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ സ്ലിപ്പാവാനും ഒരു സാധ്യത ഉണ്ട്. എന്നാലും നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജിത്ത് ഭായ് തൊട്ടടുത്ത് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും വിജനമായ പ്രദേശമാണ്, ഒരു ആളും മനുഷ്യനൊന്നുമില്ല. ഫുള്ള് വയലുകളാണ്, എങ്ങോട്ട് നോക്കിയാലും വയലുകൾ. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, വളരെ ചെറിയ ഗ്രാമമായിരിക്കും, പക്ഷേ അതൊക്കെ ഈ ഹൈവേയുടെ തൊട്ടടുത്ത്. ഹൈവേ വന്നപ്പോൾ ചില ഗ്രാമങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും നല്ല ഹൈവേ ആണ്, നല്ല വീതിയുള്ള റോഡാണ്. റോഡിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം. സൈക്കിൾ എന്തായാലും കുറച്ച് ഡേഞ്ചറാണ് എവിടെയായാലും. പിന്നെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഇവർ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ടർപാസിന് വേണ്ടിയിട്ട്. എല്ലാ ചെറിയ ചെറിയ ചെറുതും വലുതും എങ്ങനെ ആയാലും കുഴപ്പമില്ല, അവർ എല്ലാത്തിനും ഓവർ ബ്രിഡ്ജാണ്. ഈ പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ക്രോസിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സർവീസ് റോഡാണ് എടുക്കുക. ഓവർ ബ്രിഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ചവിട്ടി കയറ്റണം. അപ്പോൾ സർവീസ് റോഡാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യാറ്. സർവീസ് റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് റോഡായിരിക്കും, ഹമ്പ് ഉണ്ടാവും, എന്നാലും സർവീസ് റോഡാണ് കുറച്ചുകൂടി ബെറ്റർ. ഞങ്ങളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു വലിയൊരു സ്റ്റാച്യു കാണുന്നുണ്ട്. ഹനുമാൻ. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു വലിയ ഹനുമാൻ്റെ സ്റ്റാച്യു ആണ്. ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടാണ്. അപ്പം ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ, വളരെ വളരെ അടുത്തായിട്ട് ഹൈവേയോട് ചേർന്നിട്ടൊരു അമ്പലമാണ്. അവിടെ ഒരു വലിയൊരു സ്റ്റാച്യു, നമ്മുടെ യാത്രയിൽ ഇത്രയും വലിയൊരു സ്റ്റാച്യു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത തോന്നിയിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തത്.